വിഷു ആയിട്ട് നമുക്ക് മെയിൻ പരിപാടി നമ്മുടെ വിഷുപ്പൂരം തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആനകളെ കാണാം എന്ന രീതിയിൽ നമ്മൾ പോയി. ആദ്യം തന്നെ നമ്മൾ പാമ്പാടി രാജനെയാണ് കാണാൻ പോയത്. അവിടെ നമ്മൾ നേരെ പുതുപ്പള്ളി കേശവനെ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് പറ്റണോടത്തോളം ആനകളെ കാണാമെന്ന് വെച്ച് നമ്മൾ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അങ്ങനെ നമ്മൾ കുറേ കറങ്ങിയതിന് ശേഷം മംഗലാംകുന്ന് ശരണയ്യപ്പനെയാണ് പിന്നെ കാണാൻ പോയത്. പിന്നെ അവിടെ നമ്മൾ നേരെ പോയത് നാണുഎഴുത്തച്ഛൻ ശങ്കരനാരായണൻ ആനനെ കാണാനായിട്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പടിയം ഭാഗത്തേക്കാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലിബർട്ടി ഉണ്ണിക്കുട്ടൻ ഈ ഒരു ആനേനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മൾ ചൈത്രം അച്ചുവിനെ കണ്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പൂരം നടക്കണ നമ്മുടെ കാരമുക്ക് അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രോഫി. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ പൂരപ്പറമ്പ് കാണാനുള്ളതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ രൂപം മാറും. ഇനിയും കുറേ ആനേനെ നമുക്ക് കാണാനുണ്ട്. പക്ഷെ നമ്മൾ പോയ 2 സ്ഥലങ്ങളിലും ആന എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പേര് എഴുതി വെച്ച ഈ സ്പോട്ടിലായിരിക്കും ഈ ആനകളൊക്കെ നിൽക്കുന്നത്. ഇത്ര നേരം വെയിൽ കൊണ്ട് നടന്നിട്ട് നമ്മൾ ക്ഷീണിച്ചപ്പോൾ നമ്മളൊരു മോര് സർബത്ത് അതുപോലെ തന്നെ നിറഞ്ഞിൻ്റെ സർബത്തൊക്കെ കുടിച്ച് പൂരപ്പറമ്പിൽ നിന്ന് 150 രൂപയ്ക്ക് നമ്മളൊരു കൂളിംഗ് ഗ്ലാസ്സും വാങ്ങി ഉഴുന്നോടെയും കഴിച്ച് നമ്മൾ ഷോർക്കി പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഹാപ്പി വിഷു.